പുലർച്ചെ വലിയ ഗുണ്ടാ സംഘത്തെ നടുറോഡിൽ എൻകൗണ്ടർ കൊലപാതകം നടത്തുക. ഡൽഹിയിൽ ഗുണ്ടാ സംഘത്തെ ഏറ്റുമുട്ടലിലൂടെ വകവരുത്തി. കുപ്രസിദ്ധ ഗുണ്ടകളായ രഞ്ജൻ പതക്കും സംഘവുമാണ് കൊല്ലപ്പെട്ടത്. ബീഹാർ പോലീസിന്റെയും ഡൽഹി ക്രൈംബ്രാഞ്ചിന്റെയും സംയുക്തമായ ഓപ്പറേഷൻ. ബീഹാറിലെ കുപ്രസിദ്ധമായ സിഗ്മ ഗ്യാങ് എന്നറിയപ്പെടുന്ന ഗുണ്ടാ സംഘത്തിലെ 4 പേരെയാണ് കൊലപ്പെടുത്തിയത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രഞ്ജൻ പതക്, മനീഷ് പതക് ഉൾപ്പെടെയുള്ളവരെ ഇന്ന് പുലർച്ചെ 2:20 ഡൽഹിയിലെ രോഹിണിയിലുള്ള ബഹദൂർഷാ റോഡിലായിരുന്നു ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇവർ ഈ ബീഹാറിൽ വളരെ നാളായി കൊലപാതകവും തട്ടിക്കൊണ്ടുപോകലും കൊള്ളയും അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടാ സംഘമാണ്. ഏറ്റവും പെട്ടെന്ന് പിടികൂടണമെന്നുള്ള നിർദ്ദേശം ബീഹാർ പോലീസും ഡൽഹി പോലീസും നൽകിയിരുന്നു. ഇവർ കുറച്ചു കാലമായി ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹി പോലീസും ബീഹാർ പോലീസും ചേർന്നാണ് സംയുക്തമായിട്ടാണ് ഈ ദൗത്യം നടത്തിയിരിക്കുന്നത്. ബീഹാർ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായി വളരെ വലിയ ചില കുറ്റകൃത്യങ്ങൾ ഇവർ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഇത് ഇൻ്റലിജൻസ് വിവരം ലഭിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ ഇന്ന സ്ഥലത്ത് ഇവർ വരുന്നുണ്ട് എന്നുള്ള കാര്യം. അതിന് പിന്നാലെ ഇവരെ പിടികൂടാനായി പോലീസ് എത്തുകയായിരുന്നു. ഇവരോട് സറണ്ടർ ചെയ്യാനാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഒരു കാറിനകത്തായിരുന്ന 4 പേരടങ്ങിയ സംഘം അത് പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പോലീസ് തിരിച്ചും വെടിവെച്ചു. അങ്ങനെ ഏകദേശം 50 റൗണ്ട് വെടിയുണ്ടകളാണ് ഇരു സംഘങ്ങളും നേർക്കുനേർ വെച്ച് കൈമാറിയത്. എന്തായാലും ഈ ഏറ്റുമുട്ടലിൽ 4 പേരെയും വെടിവെച്ച് വിറ്റു. അവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചെങ്കിലും 3:15 പുലർച്ചെ 3:15 മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഏറ്റുമുട്ടലിൽ മറ്റു 3 പോലീസുകാർ കൂടി പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ അവരുടെ നില ഇപ്പോൾ ഭദ്രമാണ്, തൃപ്തികരമാണ് എന്നുള്ളൊരു വിശദീകരണം തന്നെയാണ് പോലീസ് നൽകുന്നത്. മാത്രമല്ല ഇവരുടെ പക്കൽ നിന്നും നിരവധി ആയുധങ്ങളും തോക്കുകൾ അടക്കമുള്ള ആയുധങ്ങൾ, അതുപോലെ വെടിയുണ്ടകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പിടികൂടിയിട്ടുമുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി അവർ ബീഹാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗുണ്ടാ സംഘമാണ്. ഈ 4 പേർ തന്നെയാണ്. അതിൽ 2 പേർ ബീഹാർ സ്വദേശികൾ തന്നെയാണ്. ഒരാൾ ഡൽഹി സ്വദേശിയാണ്, ഒരാൾ ഹരിയാന സ്വദേശിയാണ്. ഇവർ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളും. 4 പേരെയും വകവരുത്താൻ സാധിച്ചിരിക്കുന്നു. അതും ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവർ വലിയൊരു കുറ്റകൃത്യം പദ്ധതിയിട്ട സമയത്ത് തന്നെ അത് നടത്തുന്നതിന് മുൻപ് തന്നെ കൃത്യമായ വിവരം ബീഹാർ പോലീസ് ഡൽഹി ക്രൈംബ്രാഞ്ചുമായി സംഭാഷണത്തിലൂടെ നടത്തി കൃത്യമായി തന്നെ ഇവരെ കണ്ടെത്തി വധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. ഡൽഹിയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ ഗുണ്ടാ സംഘത്തിലെ കണ്ണുകളെ തേടിപ്പിടിച്ച് എൻകൗണ്ടർ ചെയ്യുന്ന, ഏറ്റുമുട്ടലിലൂടെ വധിക്കുന്ന ഒരു നടപടി അത് നടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ക്രൈംബ്രാഞ്ച് തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നതും. കഴിഞ്ഞ ഒരു മാസം എടുത്തു നോക്കിയാൽ തന്നെ ഇത്തരത്തിൽ 3 ഗുണ്ടാ സംഘത്തിലെ കണ്ണികളെയാണ്, അതും 10-ലധികം കണ്ണികളാണ് ഇത്തരത്തിൽ വധിച്ചിട്ടുള്ളത്. തുടർന്നും ഈ നടപടികൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെയാണ്. ഇവരെ നേരിട്ട് വധിക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല, പിടികൂടുക, സറണ്ടർ ചെയ്യുക എന്നുള്ള കാര്യമാണ്, അഭ്യർത്ഥനയാണ് ആദ്യം ഇവരോട് വയ്ക്കുന്നത്. പക്ഷേ പല സമയത്തും തിരിച്ച് വെടിയുതിർക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഗുണ്ടകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുള്ളത്. കാരണം അവർ കള്ളത്തോക്കുകളെല്ലാം തന്നെ സജ്ജീകരിച്ച് തന്നെയാണ് ഇത്തരത്തിൽ രാത്രിയിലാണെങ്കിൽ പോലും രാവിലെ ആണെങ്കിൽ പോലും പല കൃത്യങ്ങൾ നടത്താനായിട്ടാണെങ്കിൽ പോലും റോഡിലിറങ്ങുന്നത്. തുടർച്ച ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. അതിൽ ഈ ഗുണ്ടകൾ മരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.